സോ ഞാൻ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് എൻ്റെ ട്രേഡ്സ് ട്രാക്ക് ഡൗൺ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എവിടെ മിസ്റ്റേക്സ് വരുത്തുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എന്താണ് നല്ല ട്രേഡ്, എങ്ങനെ അത് വർക്കൗട്ട് ആവുന്നു എന്നുള്ള കാര്യം എനിക്കറിയില്ല. സോ ഇതെല്ലാം കൂടെ ട്രാക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജേർണൽ ചെയ്ത് തുടങ്ങിയത്. സോ ജേർണലിംഗ് രണ്ട് രീതിയിൽ ചെയ്യാം. ഡിജിറ്റലി ചെയ്യാം, അല്ലെങ്കിൽ ബുക്സിൽ ചെയ്യാം, അല്ലെങ്കിൽ ഡയറി, അങ്ങനത്തെ പരിപാടികളെല്ലാം ചെയ്യാം. ഞാൻ ഡയറി ചൂസ് ചെയ്യാത്തതിൻ്റെ റീസൺ എനിക്ക് അത് പ്രോപ്പറായിട്ട് ട്രാക്ക് ഡൗൺ ചെയ്യാൻ പാടാണ്. പിന്നെ ഞാൻ എവിടെയെങ്കിലും കൊണ്ട് വെച്ചാൽ ഞാൻ മറന്നു അതിനെക്കുറിച്ച്. പിന്നെ റെഫർ ചെയ്യാൻ പാടാണ്. ഇന്ന ഡേറ്റിലേക്ക് വരണമെങ്കിൽ അത് നമ്മൾ തപ്പി പോകണം. ഡിജിറ്റലി ആണെങ്കിൽ അത് വളരെ എളുപ്പമാണ്. സോ അതുകൊണ്ടാണ് ഞാൻ നോഷൻ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനകത്ത് ഒരു ഡിജിറ്റൽ ജേർണൽ ഉണ്ടാക്കിയേക്കുന്നത്. ഞാൻ വീക്ക്ലി റിവ്യൂസ് ഇടുന്ന സമയത്ത് 1-2 പേര് കമൻറ്റിനകത്ത് ചോദിക്കുന്നുണ്ട്, ഈ ജേർണൽ കൊടുക്കുമോ അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ പറ്റുമോ, ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാമെന്ന്. സോ ഐ തോട്ട് ഐ വുഡ് ഡു എ വീഡിയോ ഓൺ ദാറ്റ്. ഞാൻ അവരോട് ഞാൻ പ്രോമിസ് ചെയ്തതുപോലെ ഈ ഒരു വീഡിയോ എങ്ങനെ അത് പ്രോപ്പറായിട്ട് ജേർണൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ജേർണൽ എങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഫ്രീ ആയിട്ട് എന്നുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. സോ വാച്ച് ടിൽ ദി എൻഡ്. ആൻഡ് ഓൾസോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് ഇഫ് ഇറ്റ്സ് ഹെൽപ്ഫുൾ ടു യു, ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. സോ അധികം താമസിപ്പിക്കുന്നില്ല. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു മേക്കിംഗ് ദിസ് ജേർണൽ ഫോർ ഫ്രീ. സോ ആദ്യം നമുക്ക് നോഷൻ ഡൗൺലോഡ് ചെയ്യണം. സോ അതിനായിട്ട് നോഷൻ ടൈപ്പ് ചെയ്യുക. ആൻഡ് ഫസ്റ്റ് കാണുന്ന ഈ പേജാണ്, ഇതാണ് നോഷൻ. സോ ഇത് മെയിൻലി ഒരു പ്രൊഡക്ടിവിറ്റി ആപ്പാണ്. ഞാൻ മെയിനായിട്ട് ഇത് എൻ്റെ ലൈഫിലെ കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഇതിനകത്ത് റെക്കോർഡ് ചെയ്യുന്നത്. ആൻഡ് റിസർച്ച് ആയിട്ടും അല്ലെങ്കിൽ ICT റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് എല്ലാം തന്നെ ഞാൻ ഇതിനകത്താണ് ഡോക്യുമെൻറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. സോ ഐ ബീൻ യൂസിങ് ഇറ്റ് ഫോർ എ വൈൽ. സോ ഇതെടുക്കുക ആൻഡ് ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് ഡെസ്ക്ടോപ്പിന് വേണ്ടിയിട്ടുള്ള വേർഷൻ ചെയ്യാം. ആൻഡ് ഇത് ഫോണിലും അവൈലബിൾ ആണ്. ഞാനിപ്പം ഡെസ്ക്ടോപ്പ് വേർഷനാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. സോ നിങ്ങൾക്ക് ലാപ്ടോപ്പ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഫ് നോട്ട്, ഇത് സെയിം തന്നെയാണ്, ഇതിൻ്റെ ആപ്ലിക്കേഷൻ സെയിം ആണ്. പക്ഷേ ഇച്ചിരി ഈസിയർ ആയിരിക്കും ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റ് ഉണ്ടെങ്കിൽ. സോ ഇത് ഡൗൺലോഡ് ചെയ്യുക. വിൻഡോസ് വേർഷൻ ഉണ്ട്, ഇത് ഡൗൺലോഡ് ചെയ്യുക. സോ ഇതിനകത്ത് നിങ്ങളുടെ ഇമെയിൽ ID വെച്ചിട്ട് സൈനപ്പ് ചെയ്യുക. ആൻഡ് ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതിനുള്ള ഗൈഡ് ലൈൻസ് എല്ലാം തന്നെ ഇവരുടെ ഈ പേജിനകത്ത് അവൈലബിൾ ആണ്. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്തൊന്ന് നോക്കാം. അല്ലെങ്കിൽ യൂട്യൂബിൽ ഇഷ്ടംപോലെ നോഷൻ റിലേറ്റഡ് വീഡിയോസ് ഉണ്ട്. ഞാൻ നോഷനകത്ത് എങ്ങനെ അത് ബാക്കി ചെയ്യുന്നതെന്നുള്ളത് ഇപ്പോൾ കാണിച്ചു തരാം. സോ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, ഇതാണ് എൻ്റെ നോഷൻ്റെ ജേർണൽ. ഇതിനകത്താണ് ഞാൻ എൻ്റെ എൻട്രീസ് എല്ലാം തന്നെ എടുക്കുന്നത്. സോ ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന ജേർണലിംഗ് ആപ്പാണിത്. സോ പണ്ട് എൻ്റെ ജേർണലിംഗ് ആപ്പ് ഇങ്ങനെ ആയിരുന്നില്ല. ഞാൻ നോഷനകത്ത് തന്നെ എൻട്രീസ് എടുത്തിരുന്നത്, പക്ഷേ അതിനകത്ത് കുറേ പോരായ്മകളുണ്ടായിരുന്നു. സോ അതെല്ലാം ഞാൻ കറക്റ്റ് ചെയ്ത് റിഫൈൻ ചെയ്തെടുത്തൊരു ജേർണലാണിത്. ആൻഡ് ദിസ് വൺ ഹെൽപ്പ് മീ എ ലോട്ട്. ഇത്രയും നാളത്തെ പ്രോഗ്രസ്സിലാണെങ്കിലും ഇതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഐ ഹോപ്പ് ദിസ് ഹെൽപ്സ് യു ടു. ഞാൻ എൻ്റെ പഴയ ജേർണൽ നിങ്ങളെ കാണിച്ചു തരാം. സോ ഇതായിരുന്നു എൻ്റെ പഴയ ജേർണലിൽ. ഞാൻ ഇതിനകത്തായിരുന്നു ഇങ്ങനെയായിരുന്നു എൻട്രീസ് ഒക്കെ എടുത്ത് വെച്ചിരുന്നത്. ഏത് സെഷൻ ആയിരുന്നു, എൻട്രീസ് ലോങ് ആയിരുന്നു, ഷോർട്ട് ആയിരുന്നു, ഏത് പെയറാണ് യൂസ് ചെയ്ത് വെച്ചിരുന്നത്, ഡേറ്റ്, ലോട്ട് സൈസ് ആൻഡ് P&L, കമ്മീഷൻ, ലോസ് ആണോ വിന്നാണോ, ഇത്രയും മാത്രമേ ഉള്ളായിരുന്നു എൻ്റെ ജേർണലിനകത്ത്. പക്ഷേ ഇതിനകത്തുള്ള മെയിൻ മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് റിഫൈൻ ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് എവിടെ തെറ്റ് പറ്റി, അല്ലെങ്കിൽ എടുത്ത ട്രേഡിനെ പിന്നീട് പോയി സ്റ്റഡി ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഒരു ഫോർമാറ്റേ ഇല്ല. ഇതിനകത്ത് എൻ്റർ ചെയ്യായിരുന്നു, പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ബട്ട് അത് ഒരു മിസ്റ്റേക്കായിട്ട് എനിക്ക് തോന്നി. പിന്നീട് ഞാൻ കുറച്ച് ആൾക്കാരുടെ ജേർണൽസ് കാണുകയും എനിക്ക് തന്നെ എങ്ങനെ പ്രോപ്പറായിട്ട് ജേർണൽ ചെയ്യണമെന്ന് ഞാൻ തന്നെ എന്നോട് ചോദിച്ച്, സോ അങ്ങനെ റിഫൈൻ ചെയ്തെടുത്ത ഒരു ജേർണലാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. സോ കമ്മിങ് ബാക്ക് ടു മൈ കറൻറ്റ് ജേർണൽ. ഇപ്പോൾ ഉള്ള ജേർണലിനകത്തുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ എനിക്കിതിനകത്ത് എത്ര ട്രേഡ് എടുത്തു, എത്ര വിൻസ് ഉണ്ട്, P&L വാല്യൂസ്, പിന്നെ അത് മാത്രമല്ല ഇപ്പം ഞാൻ ടെംപ്ലേറ്റ്സ് പോലെ ഉണ്ടാക്കിയിട്ടേക്കുവാണ്. സോ ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ടെംപ്ലേറ്റ് ഒരെണ്ണം ചൂസ് ചെയ്താൽ നമുക്ക് കാണാം ഓരോ സെഷനായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തു. ഏഷ്യൻ സെഷൻ, ലണ്ടൻ സെഷൻ ആൻഡ് ന്യൂയോർക്കിൻ്റെ AM സെഷൻ. ഞാൻ PM സെഷൻ ട്രേഡ് ചെയ്യാറില്ല. സോ ഏഷ്യന് ഞാൻ ചെയ്യാറില്ല. ഇടയ്ക്ക് ചില ഓപ്പർച്യൂണിറ്റീസ് ചില സമയത്ത്, പക്ഷേ ഞാനിപ്പം ചെയ്യുന്നത് നിർത്തി. ഇപ്പം ഞാൻ മെയിനായിട്ട് ലണ്ടനും ന്യൂയോർക്കും മാത്രമേ ചെയ്യുന്നുള്ളൂ. സോ അതിനകത്ത് ഞാൻ ആഡ് ചെയ്യുന്ന എലമെൻറ്റ്സ് എന്ന് പറയുമ്പം ഒരു ചെക്ക് ലിസ്റ്റ് പോലെ, ഇന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതൊരു A+ സെറ്റപ്പാണ്, അതൊക്കെ ഉണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്യും. ഇപ്പം എൻ്റെ മനസ്സിൽ ഫീഡ് ചെയ്ത് കിടപ്പുണ്ട്. സോ ഐ ഡോണ്ട് ഹാവ് ടു കം ഹിയർ എവറി ടൈം. അത് കഴിഞ്ഞിട്ട് ട്രേഡ് സമ്മറി. സോ ആ ഒരു ട്രേഡ് വിന്നിങ് ആയിരുന്നോ ലൂസിങ് ആയിരുന്നോ എന്നുള്ളത്, എത്ര വിന്നേഴ്സ് ഉണ്ടെന്നുള്ള കാര്യം ഇവിടെ കൊടുക്കാൻ. ആൻഡ് RR, എത്ര റേഷ്യോയുടെ ട്രേഡാണ് എടുത്തേക്കുന്നത്, പിന്നെ P&L വാല്യൂ, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എൻ്റർ ചെയ്യാൻ. ആൻഡ് ഇനീഷ്യൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ റീസെൻ്റ്ലി ആഡ് ചെയ്തൊരു പാർട്ടാണ് ഇത്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബയസ് മാറുന്നൊരു ഇതുണ്ട്. സോ എൻ്റെ ഇനീഷ്യൽ ഡയറക്ഷൻ മോസ്റ്റ് ഓഫ് ദ ടൈം കറക്റ്റ് ആയിരിക്കും. സോ ഞാൻ ആദ്യം ചാർട്ടിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നിരുന്ന് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ചാർട്ട് വാച്ച് ചെയ്തതിന് ശേഷം
അന്നേരം ഫോം ചെയ്യുന്ന ഒരു ബയസ് ആയിരിക്കാം എനിക്ക് ശരിക്കും വർക്കൗട്ട് ആവുന്ന ഒരു ട്രേഡ്. സോ പിന്നീട് അതിനെ ചെയ്യുന്നതിന് വരെ ഇനീഷ്യൽ ഡയറക്ഷൻ കറക്റ്റ് ചെയ്ത് ഒരു ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇൻ കേസ് ഇഫ് യു ഹാവ് സച്ച് എ പ്രോബ്ലം അത് ജസ്റ്റ് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അത് ആഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. സോ ഇവിടെ ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് വിട്ടേക്കുന്നതാണ്. എം ടി കോഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഞാൻ എന്തെങ്കിലുമൊക്കെ അവിടെ എഴുതി വെക്കാറുണ്ട്. അത് ഞാൻ നിങ്ങളെ പിന്നീട് കാണിക്കാം. ആൻഡ് ഇതാണ് മെയിനായിട്ട് നമ്മുടെ ജേണലിൻ്റെ മെയിൻ പാർട്ട്. വാട്ട് മെയ്ഡ് ദ ട്രേഡ് എ വിന്നർ. അതിപ്പോൾ ഒരു വിന്നിങ് ട്രേഡ് ആയിരുന്നെങ്കിൽ എന്താണ് അതിനകത്ത് നന്നായിട്ട് ചെയ്തതെന്നുള്ള കാര്യങ്ങൾ അവിടെ എഴുതണം. വാട്ട് മെയ്ഡ് എ ട്രേഡ് എ ലൂസർ എന്ന് പറഞ്ഞ പോർഷനിൽ ഇൻ കേസ് യു ഗോട്ട് യുവർ SL ഹിറ്റ് അല്ലെങ്കിൽ ഒരു ബാഡ് ഡിസിഷൻ എടുത്തെങ്കിൽ സോ അതിനകത്ത് നിന്ന് നമ്മൾ പഠിക്കുന്ന പാഠം കൂടി അവിടെ എഴുതി വെക്കണം. സോ ലെസൺ ലേൺഡ്, വാട്ട് ഡിഡ് യു ലേൺ ഫ്രം യുവർ ലൂസേഴ്സ്. സോ ഇങ്ങനെയാണ് നമ്മൾ റിഫൈൻ ചെയ്യുന്നത്. ട്രേഡ്സ് എടുക്കുന്നത് മാത്രമല്ല നമ്മുടെ ലൂസിങ് വൺസിൽ നിന്ന് നമുക്ക് ഇനി ആ മിസ്റ്റേക്സ് വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നോക്കി നമുക്ക് പിന്നീട് ഒരു വീക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ വീക്കിൻ്റെ റിഫൈൻ ചെയ്യാൻ അല്ലെങ്കിൽ വീക്ക്ലി റിവ്യൂ നടത്തുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് പുറകോട്ട് വന്ന് നോക്കും. ഓക്കെ, ഇന്ന അബദ്ധങ്ങൾ ഞാൻ കാണിച്ചു, ഇന്ന മിസ്റ്റേക്സ് ഞാൻ വരുത്തി. സോ ഇത് ഇനി ആവർത്തിക്കാതിരിക്കാൻ നോക്കണം. സോ ഒറ്റയടിക്ക് നമുക്കിത് കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എൻ്റെ കേസിലാണെങ്കിലും ഞാൻ ഒരുപാട് മിസ്റ്റേക്സ് ഇപ്പോഴും പണ്ട് ചെയ്ത മിസ്റ്റേക്സ് തന്നെ ഇപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ വി ആർ ഓൾ ഹ്യൂമൻസ് റൈറ്റ്. സോ അങ്ങനെ കംപ്ലീറ്റ് കൺട്രോൾ ഒന്നും കിട്ടില്ല. ബട്ട് എനിവേ നമ്മളത് റിഫൈൻ ചെയ്തേ ഇരിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഹൗ ഡിഡ് യു ഫീൽ എൻട്രിങ് ഇൻ ടു ട്രേഡ്. ഞാനിത് അധികമായിട്ട് ഫില്ല് ചെയ്യാറില്ല. ബട്ട് ഇതും ഹെൽപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് മോട്ടിവേറ്റ് യുവർ സെൽഫ്. ഇൻ കേസ് യു ഹാഡ് എ ലൂസർ ആൻഡ് നിങ്ങൾ ഒരു മെൻ്റലി ഇച്ചിരി ഡൗൺ ആയിട്ട് നിൽക്കുവാണെങ്കിൽ നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഓപ്ഷനായിട്ട് ഇട്ടേക്കുന്നത്. സോ ഐ ഡു ദാറ്റ് അലോട്ട്. നമുക്ക് നമ്മൾ തന്നെ ഉള്ളൂ. വി ആർ ഓൾ അക്കൗണ്ടബിൾ ടു അവർ സെൽഫ്സ്. സോ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ നമ്മളോട് പറഞ്ഞ് സെൽഫ് ടോക്ക്, പോസിറ്റീവ് സെൽഫ് ടോക്ക് എന്നാണ്. സോ ഒരു ട്രേഡ് മാത്രമേ ലൂസർ ആയിട്ടുള്ളൂ, ഇനിയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, 100 ട്രേഡ് ഇനിയും കിടപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്പേസ് കൂടെയാണ് ഇത്. ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ആ ഒരു കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി തരുന്നു. ആൻഡ് ഓൾസോ മിസ്റ്റേക്സിൽ നിന്ന് പഠിക്കുകയും വേണം. ജസ്റ്റ് മോട്ടിവേറ്റ് ചെയ്തെന്ന് പറഞ്ഞ് ലൂസേഴ്സ് വരില്ലെന്നൊന്നും ഞാൻ പറയില്ല. ബട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ ഉള്ള ഒരു ചാൻസ് ഉണ്ട്. സോ ഇത് തന്നെയാണ്. ബാക്കി ഈ കാര്യങ്ങളെല്ലാം തന്നെ താഴോട്ടും ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഇത് സെയിം പാറ്റേൺ തന്നെയാണ്. സോ ഞാൻ ഇതിൻ്റെ ഒരു ബേസ് ടെംപ്ലേറ്റ് നിങ്ങൾക്ക് തരാം. ഇൻ കേസ് ഇഫ് യു ഫൈൻഡ് ഇറ്റ് ഹെൽപ്ഫുൾ യൂസ് ദിസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ റിഫൈൻ ചെയ്യാം. ഇതിനകത്ത് എക്സ്ട്രാ നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ആഡ് ചെയ്യാം, വേണ്ടാത്ത കാര്യങ്ങൾ എടുത്തു കളയാം. നിങ്ങളുടെ സിസ്റ്റം ഇതല്ലെങ്കിൽ, ചെക്ക് ലിസ്റ്റ് ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ലിസ്റ്റ് ഒന്നും ഞാൻ തരുന്നില്ല. ജസ്റ്റ് ഞാനിത് ഡിലീറ്റ് ചെയ്തിട്ടായിരിക്കും തരുന്നത്. സോ നിങ്ങളുടെ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന എന്താണോ അതൊരു ചെക്ക് ലിസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇതിൽ ആഡ് ചെയ്ത് വെക്കുക. ആൻഡ് അതിനനുസരിച്ചാണ് നിങ്ങൾ ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നുള്ളതും കൂടെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. സോ കമ്മിങ് ടു ദ മെയിൻ പാർട്ട് ഓഫ് ദിസ്. സോ ഇതാണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം. ഇതൊക്കെയാണ്. ഞാൻ ഈ ഹൈ ഇമ്പാക്റ്റ്, വീക്ക്ലി, ഹൈലോ ഇതൊന്നും ഇപ്പോൾ ട്രാക്ക് ചെയ്യാറില്ല. ഇത് മെയിനായിട്ട് ഇത്രയും പോർഷനെ ഞാനിപ്പോൾ ട്രാക്ക് ചെയ്യുന്നുള്ളൂ. ബട്ട് ഐ കീപ്പ് ഇറ്റ് ഹിയർ ഇൻ കേസ് ഞാൻ പിന്നീട് യൂസ് ചെയ്യുമെന്ന് ഓർത്തിട്ടാണ് അങ്ങനെ വെച്ചേക്കുന്നത്. ഇതാണ് എൻ്റെ ജേണലിൻ്റെ ഓവർവ്യൂ. ഇതാണ് കറൻ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ജേണൽ. സോ നൗ ഇതെങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കാമെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. സോ ഫസ്റ്റ് ഈ സൈഡ് ബാർ ഒന്ന് ഡോക്ക് ചെയ്ത് വെക്കാം. ആൻഡ് ഇവിടെ പ്രൈവറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണും. ഈ ഷെയർഡ് ആൻഡ് ഫേവറേറ്റ് പാർട്ട് നിങ്ങൾക്ക് കാണത്തില്ല. ഈ പ്രൈവറ്റ് എന്നുള്ള മാത്രമേ കാണത്തുള്ളൂ. സോ ഇവിടെ വന്നിട്ട് ആഡ് പേജ് കൊടുക്കുക. സോ ഒരു എംപ്റ്റി പേജ് ആഡ് ചെയ്യണം. എന്നിട്ട് ഇതിന് നമുക്ക് ഡെയിലി ജേണൽ എന്ന് വിളിക്കാം. ഇതിന് ഐക്കൺസ് ആഡ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. സോ ഇവിടെ എന്തെങ്കിലും ഐക്കൺ, ഞാൻ ഈ ട്യൂബ് ഐക്കൺ കൊടുക്കാം. ആൻഡ് ഓൾസോ ഒരു കവർ ഇമേജും കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് പിന്നീട് ചേഞ്ച് ചെയ്യാം. ഇതൊക്കെ നിങ്ങളുടെ കസ്റ്റം തിങ് ആണ്. ഇത് നിങ്ങൾ പേഴ്സണലി ചെയ്താൽ മതി. ആൻഡ് ഇവിടെ ഈ മിനിമൈസ് ബട്ടൺ തൊട്ട് സൈഡിൽ 3 കുത്ത് കണ്ടോ. സോ അവിടെ വന്നിട്ട് ഈ ഫുൾ വിഡ്ത്ത് എന്നുള്ള ഓപ്ഷൻ ആഡ് ചെയ്ത് കൊടുക്കണം. സോ ഫുൾ വിഡ്ത്തിൽ നമുക്ക് ഈ പേജ് കിട്ടും. ഇനി സൈഡ് ബാറിൻ്റെ ആവശ്യമില്ല. സോ ജസ്റ്റ് ഇത് ലോക്ക് ചെയ്തിടാം. ഇനി വേണ്ടത് നമുക്കൊരു കലണ്ടർ വ്യൂ ആണ്. സോ എന്ത് തന്നെ നോഷനകത്ത് ആഡ് ചെയ്യണേലും സ്ലാഷ് കമാൻഡാണ് കൊടുക്കുന്നത്. സോ സ്ലാഷ് എന്നുള്ള ഇത് ടൈപ്പ് ചെയ്യുക. ആൻഡ് കലണ്ടർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സോ ഇതൊരു ഡേറ്റാബേസ്, പുതിയ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ കലണ്ടർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഇവിടെ വരും. സോ ന്യൂ എംപ്റ്റി ഡേറ്റാബേസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്കൊരു കലണ്ടർ വ്യൂ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ടൈറ്റിൽ ആഡ് ചെയ്യണമെന്നില്ല. ഇതിനകത്ത് ഓരോ ദിവസവും നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. സോ ഞാനൊരു ടെംപ്ലേറ്റ് ഉണ്ടാക്കിയ പോലെ നിങ്ങൾക്ക് ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കാം. സോ നമുക്ക് ആദ്യം ആ ടെംപ്ലേറ്റിലേക്ക് പോകാം. സോ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ന്യൂ എന്നുള്ള ഐക്കണിലേക്ക് വരിക. സോ ന്യൂ ക്ലിക്ക് ചെയ്യുക, ന്യൂ ടെംപ്ലേറ്റ് കൊടുക്കുക.
സോ ഇതാണ് നമ്മുടെ ഓവറോൾ പേജിൻ്റെ ടെംപ്ലേറ്റ് വരുന്നത്. സോ ഐ പുട്ട് ഇൻ XAUUSD. ഇതാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്ന പെയർ ഇതാണ്. സോ ഇവിടെ ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്കിനി വേണ്ട എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ കൊടുക്കണം. നമുക്ക് PNL വേണം. സോ ആഡ് പ്രോപ്പർട്ടി കൊടുക്കുക. PNL നമ്പറിലായതുകൊണ്ട് നമ്പർ കൊടുക്കുക. റീനെയിം ഇറ്റ് P&L. നമ്പറാണ് ഇത്. നമുക്ക് നമ്പർ ഫോർമാറ്റ് മാറ്റി US ഡോളർ ആക്കി കൊടുക്കണം. സോ ഇപ്പം നമുക്കിവിടെ എന്തെങ്കിലും എൻ്റർ ചെയ്താൽ 23 എന്ന് വന്നാൽ സോ $23 എന്ന് വരും. സോ ഇത് ഡിലീറ്റ് ചെയ്ത് കളയണം. ടെംപ്ലേറ്റിനകത്ത് ഒന്നും തന്നെ വെക്കില്ല, ജസ്റ്റ് ആഡ് ചെയ്ത് പോയാൽ മതി. നമുക്ക് പിന്നീട് വേണ്ടത് എത്ര ട്രേഡ്സ് എടുത്തു, അല്ലെങ്കിൽ വിൻസ് ആണോ ലൂസേഴ്സ് ആണോ എന്നുള്ള കാര്യം. അതിന് സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതിന് വിന്നർ അല്ലെങ്കിൽ ട്രേഡ് എന്ന് കൊടുത്താൽ മതി. ആൻഡ് ഇതിൻ്റെ പ്രോപ്പർട്ടി മാറ്റണമെങ്കിൽ ഈ ട്രേഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിന് എഡിറ്റ് പ്രോപ്പർട്ടി കൊടുക്കുക. ഇവിടെ വന്നിട്ട് ലോസ് എന്ന് കൊടുക്കുക. ബ്രേക്ക് ഈവൻ ആൻഡ് വിൻ. ഇതിൻ്റെ കളേഴ്സ് എല്ലാം നിങ്ങൾക്ക് മാറ്റാം. ഇറ്റ്സ് അപ് ടു യു. ഇപ്പോൾ വിന്നാണോ ലോസ് ആണോ എന്നുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം. സോ ഇതിൻ്റെ ആവശ്യമില്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം. പിന്നീട് വേണ്ട കാര്യങ്ങൾ നമ്പർ ഓഫ് ട്രേഡ്സ് ആണ്. സോ ഇതിന് സെലക്ട് എന്നുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റസ് തന്നെ കൊടുക്കുക. സെലക്ട് ചെയ്യാർ. ഇങ്ങനെ നിങ്ങൾക്ക് പ്രോപ്പർട്ടീസ് എന്ത് തന്നെ വേണേലും ആഡ് ചെയ്യാം കേട്ടോ. ആഡ് ഓപ്ഷൻ 1 ട്രേഡ്. ഇതിനെല്ലാം ഒരേ കളറാണ് ഞാൻ കൊടുത്തേക്കുന്നത്. സോ ഇതും നിങ്ങൾക്ക് മാറ്റി യൂസ് ചെയ്യാം. നമ്പർ ഓഫ് ട്രേഡ്സ് ടു. ഇത് നമുക്ക് പൊസിഷൻസും ചേഞ്ച് ചെയ്യാം കേട്ടോ, എങ്ങോട്ട് വേണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. ആൻഡ് നമ്പർ ഓഫ് വിന്നേഴ്സ് എന്ന് പറഞ്ഞിട്ട് അതും കൊടുക്കാം. സോ അതാണ് എൻ്റെ അതിനകത്ത് അടുത്തായിട്ടിരിക്കുന്നത്. വിന്നിങ് ട്രേഡ്സ് 1 വിന്നർ. സോ ഇങ്ങനെയാണ് പ്രോപ്പർട്ടീസ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും പ്രോപ്പർട്ടീസ് ഇവിടെ ആഡ് ചെയ്യാം. ഞാൻ ഇത്രയും ഇപ്പം ജസ്റ്റ് കാണിക്കുന്നുള്ളൂ. ഇനി ഇവിടെ വരുമ്പോഴത്തേനും നിങ്ങൾക്ക് ഏഷ്യൻ സെഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ആൻഡ് അത് നിങ്ങൾക്ക് ബോൾഡ് ആക്കുമോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മാറ്റി ഹെഡ്ലൈൻ ആക്കി കൊടുക്കാം. ഏഷ്യൻ സെഷൻ. ഇനി വേണ്ടത് നമുക്ക് ചെക്ക് ലിസ്റ്റ് ആണ്. സോ അവിടെ ബുള്ളറ്റ് കൊടുക്കുക. ബുള്ളറ്റ് ലിസ്റ്റ് അല്ല. സോ ഇനി വേണ്ടത് ചെക്ക് ലിസ്റ്റ് ആണ്. സോ അവിടെ സ്ലാഷ് അടിക്കുക, ടു ഡു എന്ന് കൊടുക്കുക. സോ ടു ഡു ലിസ്റ്റ് വരും. സോ അവിടെ 1 2 നിങ്ങളുടെ ചെക്ക് ലിസ്റ്റിനനുസരിച്ച് എത്രത്തോളം ഉണ്ടോ അതെല്ലാം നിങ്ങളിവിടെ എൻ്റർ ചെയ്യുക. സോ അത് കഴിഞ്ഞിട്ട് ട്രേഡ് സെഷൻ എന്ന് കൊടുക്കുക. P&L എന്ന് കൊടുക്കുക. ഇതൊന്നും മേളിലേക്ക് ആഡായി വരില്ല, ജസ്റ്റ് ആഡ് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. സോ ഓരോ ട്രേഡ് സെഷനകത്ത് എങ്ങനെ പെർഫോം ചെയ്തു. വിൻ RR കൊടുക്കുക. ട്രേഡ്സ് എന്ന് കൊടുക്കുക. എന്നിട്ട് 0 0 എന്നെടുക്കുക. സോ ഇത് വിന്നേഴ്സ് ആൻഡ് ലൂസേഴ്സ് ആണ്. സോ എത്ര വിന്നേഴ്സ് ഉണ്ട് എത്ര ലൂസേഴ്സ് ഉണ്ടെന്നുള്ള കാര്യങ്ങളാണ്. സോ അത് കഴിഞ്ഞിട്ട് ഒരു സ്ലാഷ് ഡിവൈഡർ കൊടുക്കുക. എന്നിട്ട് ഒരു സ്പേസ് അവിടെ വിട്ടേക്കുക. സ്ലാഷ് കോട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ഒരു ഡിവൈഡറും കൂടെ വേണം. ഇനിയാണ് മെയിൻ പാർട്ട്. ഇനി നമ്മൾ ജേർണൽ ചെയ്യുന്ന പാർട്ടാണ്. സോ വാട്ട് മെയ്ഡ് ദ ട്രേഡ് എ വിന്നർ. What made the trade a loser? How did you feel entering into trade? Motivate yourself. സോ ഇതെല്ലാം ഇപ്പം നമുക്ക് ടോഗിൾ സ്വിച്ചസ് പോലെ ആക്കാം. സോ അതിന് എല്ലാം തന്നെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ഇതിൽ
ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ടേൺ ഇൻ ടു ടോഗിൾ ലിസ്റ്റ് എന്നാക്കുക. സോ എല്ലാം തന്നെ ടോഗിൾ ലിസ്റ്റിലേക്ക് മാറിയിട്ടുണ്ട്. സോ ഇത് നിങ്ങൾക്ക് ഹൈഡ് ചെയ്യാം, ഇടയ്ക്ക് വേണ്ടാത്ത പോർഷനൊക്കെ ഹൈഡ് ചെയ്യാം, വേണ്ടതെല്ലാം എൻ്റർ ചെയ്യാം. സോ ഇത്രയേ ഉള്ളൂ ആ ഒരു സെഷൻ്റെത്. സോ ഇത് തന്നെ സെയിം ആയിട്ട് ഇങ്ങനെ കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, ഇത് മാറ്റി ലണ്ടൻ ആക്കുക. ഇറ്റ്സ് സോ ഈസി. സോ ഇത് തന്നെ നമുക്ക് വീണ്ടും ചെയ്യാം. കോപ്പി പേസ്റ്റ് ആൻഡ് മേക്ക് ദിസ് ന്യൂയോർക്ക് സെഷൻ. സോ ഇത് ഓൾറെഡി സേവ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ജസ്റ്റ് ബാക്കിലേക്ക് പോവുക. ഇപ്പോൾ 26-ാം തീയതിയാണ് ഇന്ന്. സോ അത് ആഡ് ചെയ്യുക, ആഡ് ലിസ്റ്റ് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഓൾറെഡി ടെംപ്ലേറ്റ് വന്നിട്ടുണ്ട്. സോ ഈ ടെംപ്ലേറ്റ് ക്ലിക്ക് ചെയ്താൽ മതി, XAUUSD എന്നുള്ളത്. സോ അന്നേരം ഓൾറെഡി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഇതിനകത്ത് എൻ്റർ ആയി വന്നിട്ടുണ്ട്. സോ ഇതിനകത്ത് നിങ്ങൾക്ക് പിന്നീടുള്ള നിങ്ങളുടെ എൻട്രീസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സോ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ടെംപ്ലേറ്റിലേക്ക് വരിക, വേണമെങ്കിൽ കുറച്ചുകൂടെ മോഡിഫിക്കേഷൻ ചെയ്യാം. ഇനി അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ പോയിട്ട് എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി, എഡിറ്റ് ടെംപ്ലേറ്റ്. ഇതിനൊരു ഐക്കൺ കൊടുക്കാം, കവർ ഇമേജ് കൊടുക്കാം. സോ ഐക്കൺ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യവും ഐക്കൺ അവിടെ വരും. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം, ജസ്റ്റ് ഇതിൻ്റെ പേര് മാത്രമേ ഇവിടെ കിടപ്പുള്ളൂ, പ്രോപ്പർട്ടീസ് ഒന്നും കാണിക്കുന്നില്ല. എൻ്റെ ടെംപ്ലേറ്റിനകത്ത് അത് പ്രോപ്പർട്ടീസ് എല്ലാം കാണിക്കുന്നുണ്ടല്ലോ എന്നാണെങ്കിൽ ഇവിടെ വരിക, പ്രോപ്പർട്ടീസ് ഷോൺ, ഈ ന്യൂവിന് തൊട്ട് സൈഡിലുള്ള ഈ 3 ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീസ് എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്യണം. സോ ഇതിനകത്ത് എന്തൊക്കെ കാണിക്കുന്നുണ്ട്. സോ ഡേറ്റ് നമുക്ക് വേണ്ട, നമ്പർ ഓഫ് ട്രേഡ്സ് കാണിക്കണം, P&L കാണിക്കണം, ആൻഡ് വിന്നിങ് ആണോ ലൂസിങ് ട്രേഡ് ആണോ എന്നുള്ളത് കാണിക്കണം. സോ അതെല്ലാം വന്നിട്ടുണ്ട്. P&L എൻ്റർ ചെയ്യാത്തതുകൊണ്ടാണ്. ഇവിടെ വന്നിട്ട് P&L ഇപ്പം $25 പ്രോഫിറ്റ് ആണ്. സോ അത് ഇങ്ങനെ കാണിക്കും. സോ ഇതാണെങ്കിലും ഈ ലോസ് മേളിലേക്ക് വരണം, P&L താഴേക്ക് വരണമെങ്കിൽ അതും ഇവിടെ പ്രൊവൈഡ് പ്രോപ്പർട്ടീസിനകത്ത് എഡിറ്റ് ചെയ്യേണ്ടതാണ്. സോ ഇതിങ്ങനെ മാറ്റിയാൽ മതി. സോ ആസ് യു ക്യാൻ സി ഇതിവിടെ മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടത്ര പ്രോപ്പർട്ടീസ് ഇവിടെ ആഡ് ചെയ്യാം. ജസ്റ്റ് ഞാൻ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ജസ്റ്റ് കാണിക്കുന്നുള്ളൂ. ഞാനിപ്പോൾ ഈ ഉണ്ടാക്കിയ ടെംപ്ലേറ്റ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ വേണ്ട അൾട്രേഷൻസ് പ്രീവിയസ് പോർഷൻ ഓഫ് ദിസ് വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും അൾട്രേഷൻസ് എൻ്റെ ഇതിനകത്തൊന്നും നിങ്ങൾക്ക് എടുക്കണമെന്ന് തോന്നിയാൽ അത് എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. സോ ദിസ് ഇസ് ഹൗ യു ക്രിയേറ്റ് എ ജേർണൽ ഫോർ യുവർ സെൽഫ് നോഷനകത്ത്. ഇത് പല രീതിയിൽ ചെയ്യാം. ഞാൻ കലണ്ടർ വ്യൂ ആണ് എനിക്ക് പ്രിഫേർഡ് വേ. അതാണെങ്കിൽ ഒരു മാസത്തെ പെർഫോമൻസ് ആണ് ഞാൻ ട്രാക്ക് ചെയ്യാൻ എളുപ്പമാണ്. സോ ഇതുപോലെ തന്നെ വേറൊരു ടെംപ്ലേറ്റ് കൂടെ ആഡ് ചെയ്യാം. ഞാൻ വീക്ക്ലി ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കൂടെ ചെയ്യുന്നുണ്ട്. സോ ഒരു ന്യൂ ടെംപ്ലേറ്റ് കൊടുക്കുക, വീക്ക്ലി റിവ്യൂ. സോ നിങ്ങളുടെ ഓവറോൾ വീക്കിൻ്റെ പെർഫോമൻസ് കാര്യങ്ങൾ ഇതിനകത്ത് ഇതൊന്നും വേണമെന്നില്ല, P&L മാത്രം എൻ്റർ ചെയ്താൽ മതി. ഇതിന് പ്രോപ്പർട്ടീസ് ഒന്നും മാറ്റണമെന്നില്ല, ജസ്റ്റ് ഇതേ പ്രോപ്പർട്ടി തന്നെ യൂസ് ചെയ്യുക. P&L മാത്രം കൊടുത്താൽ മതി, വേറെ ഒന്നും തന്നെ ഇതിനകത്ത് കൊടുക്കണം. ആൻഡ് വിന്നിങ് വീക്കാണോ ലൂസിങ് വീക്കാണോ എന്നുള്ള കാര്യം കൂടെ മാത്രം കൊടുക്കുക. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓവറോൾ വീക്കിൻ്റെ പെർഫോമൻസ് റിവ്യൂ ചെയ്യാനുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ഞാൻ എൻ്റെ വീക്കിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ChatGPT പോയിട്ട് എൻ്റെ ഓവറോൾ വീക്കിൻ്റെ പെർഫോമൻസ് എനിക്ക് വാച്ച് ചെയ്യണം, അല്ലെങ്കിൽ അത് റിവ്യൂ ചെയ്യണം, അതിന് ഹെൽപ്പ് ചെയ്യാനുള്ള ചോദ്യങ്ങൾ എനിക്ക് ടൈപ്പ് ചെയ്ത് തരാൻ പറഞ്ഞ് ChatGPTയിൽ എൻ്റർ ചെയ്തപ്പോഴത്തേനും കിട്ടിയ കുറേ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ആഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ഞാൻ ജസ്റ്റ് ഷോ യു ദാറ്റ് വീക്ക്ലി വീഡിയോയ്ക്കകത്ത് വേണ്ടത്. സോ ഇതാണ് ഞാൻ ആഡ് ചെയ്ത് വെച്ചേക്കുന്ന സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഹൗ ഡു യു ഡിസ്ക്രൈബ് യുവർ ട്രേഡിംഗ് പെർഫോമൻസ് ദിസ് വീക്ക്. സോ നമുക്ക് ഇതുപോലത്തെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ഓവറോൾ പെർഫോമൻസ് നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റും. സോ വാട്ട് ഏരിയാസ് ഡു യു ഫീൽ യു കുഡ് ഇംപ്രൂവ് അപ്പോൺ ഇൻ യുവർ നെക്സ്റ്റ് ട്രേഡിംഗ് വീക്ക് എന്നുള്ള ചോദ്യങ്ങളുണ്ട്. എന്ത് ഇൻസൈറ്റ്സ് പഠിച്ചു, അല്ലെങ്കിൽ എങ്ങനെ ചലഞ്ചസ് ഹാൻഡിൽ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഒരു 6 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്കൊരു ഓവറോൾ പിക്ചർ കിട്ടും എങ്ങനെയാണ് എൻ്റെ വീക്ക് പോകുന്നത് എന്നുള്ളത്. സോ ഇതാണ് എൻ്റെ വീക്ക്ലി റിഫ്ലക്ഷന് വേണ്ടിയിട്ടുള്ള ടെംപ്ലേറ്റ്. സോ നിങ്ങൾക്ക് അങ്ങനെ ഒരെണ്ണം ആഡ് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ ഇങ്ങനെ കൂടെ ആഡ് ചെയ്ത് വെക്കാവുന്നതാണ്. സോ അങ്ങനെ ടെംപ്ലേറ്റ് ആഡ് ചെയ്തതിന് ശേഷം അതും നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ചൂസ് ചെയ്യാം. ഇപ്പം ഇവിടെ വരിക, വീക്ക്ലി റിവ്യൂ എന്ന് വന്നാൽ ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടെംപ്ലേറ്റ് അവിടെ വന്നു. സോ അത് എടുത്താൽ മതി. അതിനകത്തുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളായിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. സോ ദിസ് ഇസ് ഹൗ ഐ ഡു മൈ ജേർണലിംഗ് പാർട്ട്. സോ എങ്ങനെ ഞാൻ ട്രേഡ്സ് എൻ്റർ ചെയ്യുന്നു എന്നുള്ള കാര്യം ഞാൻ ഈ ഒരു എക്സാമ്പിൾ വെച്ച് കാണിച്ചാൽ ഇറ്റ്സ് മോർ ക്ലിയർ. സോ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. എത്ര വിന്നേഴ്സ് ഉണ്ട്, എത്ര ട്രേഡ്സ് എടുത്തിട്ടുണ്ട്, സ്റ്റാറ്റസ് എഴുതിയിട്ടുണ്ട്, ആൻഡ് P&L വാല്യൂ എഴുതിയിട്ടുണ്ട്. ഇത് ഡീഫോൾട്ടായിട്ട് കിടക്കുന്ന. ആൻഡ് കമ്മിങ് ടു ദ ട്രേഡ്സ്, ഇവിടെ നമ്മൾ നോക്കിയാൽ ന്യൂയോർക്ക് സെഷൻ ലണ്ടനിൽ നമ്മൾ ട്രേഡ്സ് എൻ്റർ ചെയ്തിട്ടില്ല.
സോ ന്യൂയോർക്കിൽ എടുത്തേക്കുന്ന ട്രേഡ് ഒരു $9 ലോസിലാണ് വന്നേക്കുന്നത്. സോ ഇനീഷ്യൽ ഡയറക്ഷൻ ബിയറിഷ് ആയിരുന്നു, ആ ഡയറക്ഷൻ കറക്റ്റ് ആയിരുന്നു. പിന്നീട് പോയി നമ്മളൊരു മണ്ടത്തരം കാണിച്ചാണ് നമ്മൾ മേളിലേക്ക് ബിയറിഷ് ആയിരുന്നിട്ട് പോലും മേളിലേക്ക് ഇട്ടു. സോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് ഞാനിപ്പോൾ എഴുതി പോകുന്നത്. വാട്ട് മെയ്ഡ് എ ട്രേഡ് ലൂസർ എന്ന് കഴിഞ്ഞാൽ എനിക്ക് പറ്റിയ മിസ്റ്റേക്സ് എല്ലാം തന്നെ എഴുതുന്നുണ്ട്. ആൻഡ് ഇവിടെ ലെസൺ ലേൺ എന്താണ് ഞാൻ പഠിച്ചെന്നുള്ള കാര്യം കൂടെ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം കൂടെ എഴുതി വെക്കും. ആൻഡ് മോട്ടിവേറ്റ് യുവർ സെൽഫ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ജസ്റ്റ് എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. So it's just a minor scratch, keep going, understand the market condition, execute based on that, don't have a complicated stuff, just higher time frame confirmation, low time frame executions. So എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എഴുതും. Yeah, so this is how I make my journals. I hope this helps you. So നിങ്ങളും ഈ ട്രേഡ് ജേർണൽ ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് നിങ്ങളുടെ ട്രേഡിംഗ് ജേർണിയിൽ ഇത് ഹെൽപ്ഫുൾ ആയെങ്കിൽ ഐ വിൽ ബി റിയലി ഹാപ്പി. ദാറ്റ്സ് വൈ ഐ എം ഷെയറിങ് ഇറ്റ് ഫോർ ഫ്രീ. യൂസ് ഇറ്റ് ആൻഡ് ലെറ്റ് മീ നോ എങ്ങനെയുണ്ട്, ഇമ്പ്രൂവ് ആവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്നോട് ഷെയർ ചെയ്യുക. ഐ വിൽ ബി റിയലി ഹാപ്പി ടു നോ ദാറ്റ്. സോ ഐ റിയലി ഹോപ്പ് ദിസ് വീഡിയോ വാസ് ക്ലിയർ. ആൻഡ് നിങ്ങൾക്ക് എങ്ങനെ ഈ ജേർണൽ അതേപടി റെപ്ലിക്കേറ്റ് ചെയ്യാം എന്ന് പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഐ ഹാവ് ആഡഡ് എ ലിങ്ക് ടു ദ ടെംപ്ലേറ്റ് ദാറ്റ് ഐ ഹാവ് ക്രിയേറ്റഡ് ഹിയർ. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. അതിനകത്തെ കണ്ടൻസ് കോപ്പി ചെയ്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചാനൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. സോ ഇത് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ചാനൽ വെച്ച് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അറിയുമ്പം ഐ വിൽ ബി റിയലി ഹാപ്പി. സോ ഡു ഷെയർ യുവർ എക്സ്പീരിയൻസ് യൂസിങ് ദിസ് ചാനൽ. അത് കമൻ്റായിട്ടോ അല്ലെങ്കിൽ എൻ്റെ വരുന്ന വീഡിയോസിനകത്തോ എനിക്ക് കമൻ്റായിട്ട് ഇട്ടാലും മതി. ഐ വിൽ ബി റിയലി ഹാപ്പി ടു നോ. സോ യെസ്, സോ ഈ എൻഡ് വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ യു റിയലി വോണ്ട് ടു ഇംപ്രൂവ് ഇൻ ട്രേഡിംഗ്. ബാക്കിയുള്ളവരുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റിഫൈൻ ചെയ്തെടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും. സോ ഐ വിഷ് യു എ ഗുഡ് ലക്ക്. സോ ലെറ്റ്സ് ലേൺ ആൻഡ് ഇവോൾവ്. ദാറ്റ്സ് ഇറ്റ് ഗൈസ്.